ജില്ലയിൽ ഈ വർഷം 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കേസുകൾ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിൽ ഡെങ്കിപ്പനി ബാധിച്ച് ജില്ലയിൽ ഈ വർഷം 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കൊതുക് വളരുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മഴക്കാലം ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ ശക്തമാക്കുകയാണ് ആരോഗ്യവകുപ്പും. ഡെങ്കിപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും വിശദീകരിക്കുകയാണ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വിനി ജോസ്. നമസ്കാരം. മഴക്കാലം ഇങ്ങെത്തി, അതോടൊപ്പം പകർച്ചവ്യാധികളും. നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഡെങ്കിപ്പനിയെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡെങ്കിപ്പനി ഒരു വൈറൽ രോഗമാണ്. വൈറസാണ് ഇത് പകർത്തുന്നത്. നമുക്ക് മറ്റു രോഗങ്ങൾക്കുള്ളതുപോലെ ഒരു വാക്സിൻ ഒന്നും ഡെങ്കിപ്പനിക്ക് ലഭ്യമല്ല. നമ്മൾ തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഡെങ്കിപ്പനിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിംറ്റംസിലേക്ക് വരാം. നമ്മൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഇതൊരു ജലദോഷപ്പനി പോലെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ഇത് തുടങ്ങുന്നത് ഒരു കലശലായ പനിയോട് കൂടിയാണ്. 100 മുതൽ 104 ഡിഗ്രി വരെയുള്ള പനിയിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് കണ്ണിന് ചുറ്റുമുള്ള വേദന, പേശിയുടെ വേദന, വയറുവേദന, ഛർദി, ശരീരത്ത് കാണുന്ന ചെറിയ ചുവന്ന പാടുകൾ, ഇവയൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിലെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുകയും നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെയും ആശാ വർക്കർമാരെയും ഇതിനെപ്പറ്റി അറിയിക്കുകയും തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി കറക്റ്റായ ചികിത്സ തേടുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകാതെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് വളരെ പെട്ടെന്ന് മാറാം. ഡെങ്കു ഹെമറേജിക് ഫീവർ എന്നൊരു കണ്ടീഷൻ കോംപ്ലിക്കേഷനിലേക്ക് പെട്ടെന്ന് മാറാവുന്നതാണ്. ഈ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മോണയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ രക്തം വരിക, ശരീരത്തൊന്ന് ചൊറിഞ്ഞു കഴിയുമ്പോൾ അവിടുന്ന് രക്തം പൊടിയുക, നമ്മുടെ മലത്തിലും കഫത്തിലും ഒക്കെ രക്തത്തിൻ്റെ അംശം കാണുക, നമ്മുടെ BP വല്ലാതെ കുറഞ്ഞു പോവുക, നമ്മുടെ ഹൃദയം ഇടിപ്പ് കുറഞ്ഞു പോവുക, ഷോക്ക് എന്നൊരു കണ്ടീഷനിലേക്കൊക്കെ ഇത് മാറാവുന്നതാണ്. അപ്പോൾ അത്രയും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വളരെ ലളിതമായി നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ച് കൃത്യമായി ചികിത്സ തേടുകയും ആവശ്യം വേണ്ടി വന്നാൽ അഡ്മിറ്റായി ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. ഇനി ഈ അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇതൊരു കൊതുക് പരത്തുന്ന അസുഖമാണ്. ഈഡീസ് ഈജിപ്തി എന്ന വിഭാഗത്തിലെ കൊതുകാണ് ഇത് പ്രധാനമായും പരത്തുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ശുദ്ധജലത്തിൽ വളരുന്ന കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് ഈ കൊതുക് പ്രജനനം നടത്തുന്നത്. അതിനാൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളും വീടിന് പരിസരവും നമ്മുടെ പറമ്പുകളും ഒക്കെ മലയോര മേഖലയാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആ വീടിന് ചുറ്റുമുള്ള പരിസരമൊക്കെ വെള്ളം കെട്ടിക്കിടക്കാത്ത നിലയിലേക്ക് ശുചീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ റബ്ബർ തോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ടാപ്പിംഗ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കുക. ടാപ്പിംഗ് ഉള്ളവരാണെങ്കിൽ തന്നെ റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കുക എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ മണ്ണിട്ട് മൂടിക്കളയുക. അതുപോലെ തന്നെ ഈ കൈതച്ചക്കയുടെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അവിടെ വേപ്പിൻ പിണ്ണാക്കുകൾ ഇടുക. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വീടിന് ചുറ്റും ഒരിക്കലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. പ്ലാസ്റ്റിക്കുകൾ, പൊട്ടിയ പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, ഇതൊന്നും പൊട്ടിയ ചെടിച്ചട്ടികൾ, ഇതൊന്നും ഒരിക്കലും വലിച്ചെറിയാതെ അലക്ഷ്യമായി ഇടാതെ നോക്കുക. ഇവയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയും ഇവയിൽ നിന്നെല്ലാം ഈഡീസ് ഈജിപ്തി എന്ന കൊതുകുകൾ പ്രജനനം നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അവയിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ അത് കറക്റ്റായിട്ട് വാട്ടർ റീസൈക്കിൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ ഒരു കൊതുകുവല ഇട്ട് സംരക്ഷിക്കുക. നമ്മുടെ ഫ്രിഡ്ജിനടിയിലെ ട്രേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി ഒരു വലിയ അസുഖത്തെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈഡീസ് ഈജിപ്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്താണ് കൂടുതലായിട്ട് ഇത് നമ്മളെ കുത്തുന്നത് പകൽ സമയത്താണ്. പിന്നെ ഇതിനൊരു ജേർണി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകൾ വരെ. അപ്പം നമ്മുടെ വീടിൽ നിന്നും ഈ കൊതുകിൻ്റെ സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് എങ്ങനെ ഈ കൊതുകിൽ നിന്നും നമ്മളൊരു ആസ് എ പേഴ്സൺ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ വസ്ത്രം, നമുക്ക് കൈ നിറയുള്ള വസ്ത്രങ്ങൾ, പാൻസ് എന്നിവ ഉപയോഗിക്കാം.
വീട്ടിൽ ചെറിയ കുഞ്ഞാവകൾ ബേബികളൊക്കെ ഉള്ളവരാണെങ്കിൽ മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ വിൻഡോ ഒക്കെ നമുക്ക് തുറന്നിടണം, കാരണം വായു കയറാനും സൂര്യപ്രകാശം അകത്ത് കയറാനും ഒക്കെ നമുക്കത് സഹായകമാണ്. പക്ഷെ എന്നാലും അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം ലിമിറ്റ് ചെയ്യുക. പിന്നെ വിൻഡോസിലായാലും ഡോറിലായാലും മൊസ്കിറ്റോ നെറ്റുകൾ വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് മൊസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീംസ് അവൈലബിൾ ആണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വ്യക്തിപരമായി നമുക്ക് ഈ കൊതുക് കടിയിൽ നിന്നും സ്വയമേ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലേക്ക് ചെയ്യാം. പിന്നെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ തുറക്കാൻ പോകുന്നു. കുറച്ചും കൂടി നമുക്ക് തിരക്കേറിയ ദിവസങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു ഡ്രൈ ഡേ ആഘോഷിക്കുക. നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കുക. നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ ഞായറാഴ്ച ഡ്രൈ ഡേ ആചരിക്കുക. അപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി നമുക്കൊരു വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകാനുള്ളത്. നമ്മൾ നമ്മുടെ ചുറ്റും ജസ്റ്റ് ഒരു കെയർ കൊടുക്കുന്നത് വഴി നമ്മളൊരു വലിയ അസുഖത്തിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈ ഡേ എല്ലാ ആഴ്ചയും കൃത്യമായി ആചരിക്കുന്നുവെന്ന് എല്ലാവരും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായിട്ട് ഒരു 10ഓളം കേസുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ എല്ലാ മെജോറിറ്റി കേസുകളും ഇപ്പോൾ റിക്കവറി ആയിട്ടുണ്ട്. എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ ആക്റ്റീവായിട്ട് 1-2 കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് കൃത്യസമയത്ത് കൃത്യമായി രോഗനിർണയം നടത്തി ചികിത്സ തേടുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരു അസുഖം മാത്രമാണ്. പിന്നെ പല ആൾക്കാരുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമാണ്, കൊതുക് പരത്തുന്ന അസുഖം, അതോടൊപ്പം ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. മഞ്ഞപ്പിത്തമുണ്ട്, എലിപ്പനിയുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം ഇതെല്ലാം ഒരു സാധാരണക്കാരന് ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ ഇതെല്ലാം ഏതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കർമാരെ അറിയിക്കുകയും വൈദ്യസഹായം തേടുകയും കൃത്യമായ ടെസ്റ്റുകൾ നടത്തി ഇത് ഏത് രോഗമാണെന്ന് കൃത്യമായി നിർണ്ണയിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേടുകയും ചെയ്യുക. ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യാതെ ഇരിക്കുക. സ്വയം ചികിത്സ വഴി വലിയ വിപത്തുകളിലേക്ക് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വയം ചികിത്സകൾ ചെയ്യാതിരിക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സർവീസുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇനിയിപ്പം മുന്നോട്ടേക്ക് വരുന്തോറും ആൾക്കാർക്കൊക്കെ ഒത്തിരി ഭയമുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. പക്ഷെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഭയമല്ല, പ്രതിരോധമാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും നിർബന്ധമായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും നമ്മുടെ പേഴ്സണലി കുറച്ചും കൂടി നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക മഴക്കാലം തുടങ്ങിക്കഴിയുമ്പോഴേക്കും. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ എല്ലാവരും ഡെങ്കിപ്പനി എന്നൊരു അസുഖത്തിനെതിരെ ബോധവാന്മാരായിരിക്കുക.